വയസ്സായിട്ട് തോന്നുന്നു കിച്ചുന്. അപ്പോൾ ഓൻ ആദ്യമായിട്ടാണ് ആ വയനാട്ടിലൂടെ കോലം ധരിക്കുന്നത്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ചന്തയിലെ പോയതിന് ക്ഷീണം തന്നെ സത്യം ഞാൻ മാറിയില്ല കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മ ഇത്ര തിരക്ക് വിചാരിച്ചിട്ടേ ഇല്ല. രാവിലെ ചങ്ങായിണ്ടായി, ഓനെയും കൂട്ടി റെയിൽവേ സ്റ്റേഷൻ ഓനെയും കൂട്ടിയിട്ട് നേരെ ചന്തയിൽ പോയി. അവിടെ വണ്ടി വെക്കാൻ തന്നെ കുറച്ച് മെനക്കെട്ടി. എന്നിട്ട് അതിൻ്റെ അങ്ങനെയല്ലോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തമ്പുരാട്ടിനെ വൃത്തി കണ്ടു. അതിനെ വലിയ പറയാനില്ല. മെയിനായിട്ട് മെനക്കെട്ട് പോയതിന് കാര്യമുണ്ടായി. നല്ല അടിപൊളി തമ്പുരാട്ടി ബാബുക്കർണൂർത്തിൻ്റെ തമ്പുരാട്ടിയും കണ്ടു. ഏകദേശം 5 മണി അതിനാണ് ഇറങ്ങാൻ വേണ്ടിട്ട്. എൻ്റെ വീട്ടിലെത്തി ഫുള്ള് ക്ഷീണം തന്നെ. പിന്നെ രാവിലെ എണീക്കുമ്പോഴാണ് എന്നെ ചങ്ങായി വിളിച്ചത്. നമ്മളെ കുറച്ചപ്പുറത്ത് ഒരു തൊണ്ടച്ചൻ്റെ അമ്പലത്തിൽ തെയ്യമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പോലെ നിങ്ങളെ കാണിച്ചു തന്നെയാണ്. എന്നാലും ഇന്ന് ഞാൻ പോകുന്നത് വെറും ആ തൊണ്ടച്ചനെ കാണിക്കാനല്ല. ആ തൊണ്ടച്ചൻ തെയ്യത്തിൻ്റെ കോലം ധരിക്കുന്നത് നമ്മുടെ കടന്നപ്പള്ളി സന്തോഷ് പെരുമാണൻ്റെ മോനാണ്. ഏകദേശം 14 വയസ്സായിട്ട് തോന്നുന്നു കിച്ചുന്. അപ്പോൾ ഓൻ ആദ്യമായിട്ടാണ് ആ വയനാട്ടിലൂടെ കോലം ധരിക്കുന്നത്. അപ്പോൾ സംഭവം വെച്ചാൽ ഞാൻ നോക്കിയിട്ട് വരാം എന്ന സംഭവം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയിട്ട് വരാൻ തന്നെ വിചാരിച്ചു. എന്നപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം. വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ നമ്മളിന്ന് കാണാൻ വന്നിട്ടുള്ളത് കിച്ചുവിൻ്റെ ആദ്യത്തെ തൊണ്ടച്ചൻ തെയ്യം. അമ്പലത്തിലെത്തുമ്പോഴേക്കും മുഖത്തെഴുത്തൊക്കെ കഴിഞ്ഞിട്ട് അണിയലങ്ങൾ ഓരോന്നായിട്ട് വെച്ചിട്ടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പുറപ്പാടിന് മുമ്പ് തന്നെ തെയ്യത്തിൻ്റെ വരവലിയും തോറ്റവും എല്ലാം അണിയറയിൽ നിന്ന് തന്നെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കോലധാരി അണിയറയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തുക. തെയ്യത്തെ അറിയുന്ന അല്ലെങ്കിൽ തെയ്യത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വടക്കൻ്റെ തൊണ്ടച്ചൻ അല്ലെങ്കിൽ വയനാട്ടുകുലവൻ എന്ന തെയ്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമുണ്ടെന്ന് ഒരിക്കലും തോന്നുന്നില്ല. കാരണം അത്രമേലേറെ ആൾക്കാർക്ക് അറിയുന്നൊരു തെയ്യം തന്നെയായിരിക്കും തൊണ്ടച്ചൻ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അനവധി തറവാടുകളിലും കാവുകളിലും കോട്ടങ്ങളിലും ഈ ഒരു വയനാട്ടുകുലവൻ തെയ്യത്തെ പ്രമുഖ സ്ഥാനം നൽകി കെട്ടി ആരാധിച്ചു വരുന്നുണ്ട്. ഏറിയ കരുമനയ്ക്ക് അഴകതായി നിന്ന ദൈവമെന്നാണ് ഈ ഒരു തെയ്യത്തെ സാധാരണ വിശേഷിപ്പിക്കുക. തെയ്യ സമുദായത്തിൻ്റെ ഏറെ പ്രധാനപ്പെട്ട ഒരു തെയ്യം തന്നെയാണ് വയനാട്ടുകുലവൻ അഥവാ തൊണ്ടച്ചൻ. ഇനി വയനാട്ടുകുലവൻ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കഥയറിയാതെ തെയ്യം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. നമ്മളൊരു തെയ്യത്തെ കാണുവാണെങ്കിൽ ആ തെയ്യം ആരാണെന്നും എന്താണെന്നും അറിഞ്ഞു കാണണം. വയനാട്ടുകുലവൻ്റെ കഥ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തുക പുരാണാംശം കലർന്ന ഒരു കഥയിലേക്കായിരിക്കും. തെയ്യത്തിൻ്റെ ആറ്റത്തിലും തോറ്റത്തിലും എടുത്തു നോക്കിയാൽ ഈ കഥ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം വേടരൂപം ധരിച്ച് വേട്ടക്കായി എഴുന്നള്ളിയ കൈലാസനാഥൻ സാക്ഷാൽ പരമശിവൻ കരിന്തെങ്ങിൻ്റെ ചുവട്ടിൽ മധു ഒഴുകി വരുന്നത് കാണാൻ ഇടയായി. ആ മധു മതിയാവോളം കുടിച്ച പരമശിവൻ ഏറെ ഉന്മത്തനായി. പരമശിവൻ്റെ ഉന്മാദാവസ്ഥ കണ്ട് ഭയപ്പെട്ട പാർവതി മധു തടവി മേൽപോട്ടാക്കി. എന്നും പതിവ് പോലെ മധുപാനത്തിനെത്തിയ പരമശിവൻ മധു അന്ന് കണ്ടില്ല. അരിശമൂത്ത ദേവൻ തൻ്റെ മുടിവറച്ച് തൃത്രമേൽ തല്ലി ഒരു പുത്രനെ ഉണ്ടാക്കുകയും ദിവ്യൻ എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. മനം കനിഞ്ഞ് ദിവ്യൻ എന്ന പേര് നൽകിയ പിതാവ് അവനെ തെങ്ങിൽ നിന്നും കല്ലെടുക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. കദളി എന്നൊരു മധുവനം ഒഴികെ ബാക്കി എല്ലാ മധുവനങ്ങളും നീ ആടി കള്ള് എടുത്ത് എനിക്ക് കൊണ്ടുതരണമെന്ന് പുത്രനെ പരമശിവൻ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ദിവ്യനാകട്ടെ എല്ലാ മധുവനങ്ങളും ഒഴിവാക്കി കദളി എന്ന മധുവനം തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിൽ കയറാൻ ആരംഭിച്ചു. അങ്ങനെ കദളി എന്ന മധുവനത്തിൽ പൂജിച്ചു വെച്ച 108 മധുകുംഭത്തിൽ ഒന്നെടുത്തിട്ട് ഉല്ലസിക്കുകയും ചെയ്തു. മധുപാത്രം താഴെ ഭൂമിയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ദിവ്യൻ്റെ 2 കണ്ണുകളും പൊട്ടിത്തെറിച്ചു. തൻ്റെ തെറ്റ് മനസ്സിലാക്കി മാപ്പിരുന്ന മകന് വെള്ളിക്കണ്ണും ഓടയെന്നോ പെരുങ്കാടോടെ കൈയെടുത്ത് ഓടതല്ലി ഒരു മുളഞ്ചൂട്ടും കൊടുത്തു പരമശിവൻ. അങ്ങനെ അച്ഛൻ്റെ ആജ്ഞപ്രകാരം പൊയ്ക്കണ്ണും ചൂട്ടുമെടുത്ത് കീഴ്ലോകത്തേക്കിറങ്ങിയ മകൻ ഏറെ നടന്നിട്ട് അവസാനം കണ്ണുപുകഞ്ഞ ചൂട്ടും ചൂട്ടുപുകഞ്ഞ കണ്ണും കാണാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലെത്തി. അങ്ങനെ ദേഷ്യം വന്നിട്ട് കണ്ണും ചൂട്ടും വിളിച്ചെറിഞ്ഞപ്പോൾ രണ്ടും ചെന്നെത്തിയത് വയനാട്ടിലെ പത്താർവള്ളി കുടികൊള്ളുന്ന ആദിപർവൻ കണ്ണൻ്റെ
പടിഞ്ഞാറ്റയിലായിരുന്നു. തൻ്റെ പടിഞ്ഞാറ്റ മുമ്പേതുമായിട്ട് വന്ന കണ്ണും ചൂട്ടും കണ്ട് ആദിപർമ്പൻ കണ്ണൻ ഒന്ന് ഭയന്നുപോയി. നീ ഒട്ടും ഭയപ്പെടേണ്ട കണ്ണ, ചൂട്ടെടുത്തിട്ട് കന്നിരാശി മുമ്പേതുമായി സൂക്ഷിച്ചോ എന്ന ദേവൻ്റെ അരുളപ്പാട് കേട്ട കണ്ണൻ അതുപ്രകാരം ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് വയനാട്ടിൽ അമർന്ന ദേവന് വയനാട്ടുകുലവൻ എന്ന് പേര് ചൊല്ലി തെയ്യക്കൊല നൽകി എന്നും ചെറു മനുഷ്യർ അവരുടെ ദൈവമായിട്ട് കെട്ടി ആരാധിച്ചു വരുന്നു എന്ന് പറഞ്ഞു വരുന്നു. ഏറെ ഭംഗിയാണ് ദേവൻ്റെ ഈ ഒരു പുറപ്പാട് കാണാനായിട്ട്.